അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14 വീണ്ടും ബൈനോമിയൽ തിയറം തന്നെയാണ്, കോഎഫിഷ്യൻസ് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ. സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് n element of n so that the coefficients of x square and x cube in the expansion of 1 plus x square whole square ന് 1 plus x whole raised to n are in arithmetic progression. ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ ഉണ്ട് ഇവിടെ, അതിൻ്റെ കൂടെ ഒരു 1 plus x square whole squareും കൂടി ഉണ്ട്. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ കുറേ ടേംസ് കിട്ടും. അതിൽ എക്സിൻ്റെയും എക്സ് സ്ക്വയറിൻ്റെയും എക്സ് ക്യൂബിൻ്റെയും കോഎഫിഷ്യൻറ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാവണം. അങ്ങനെയാണെങ്കിൽ എന്നിന് എന്തൊക്കെ വാല്യൂ എടുക്കാം? നാച്ചുറൽ നമ്പർ വാല്യൂസ് ആയിരിക്കണം. ആ പോസിബിൾ വാല്യൂസിനെല്ലാം കൂടി സം ആണ് ചോദിച്ചത്. അപ്പോൾ ആദ്യം ആ എക്സ്പാൻഷൻ ഒന്ന് കറക്റ്റ് ആക്കി എഴുതാം. 1 plus x square ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 plus 2x square plus x raised to 4. 1 plus x whole raised to n എന്ന് പറയുമ്പോൾ nc0 plus nc1x plus nc2x square up to ncn x raised to n. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ടേം എന്താ വരാൻ പോകുന്നത്? ഒരു nc0 വരും. കോൺസ്റ്റന്റ് ടേം എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ടോ, എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് ഒരു nc1 വരും. എക്സിന്റെ കൂടെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ കൂടെ എന്തൊക്കെ വരും? എക്സ് സ്ക്വയറിന്റെ കൂടെ ഈ 2x സ്ക്വയർ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 2 into nc0 വരും. പിന്നെ ഈ 1 nc2x സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോഴും വരും. അപ്പോഴൊക്കെയാണ് എക്സ് സ്ക്വയർ വരിക. അത് കഴിഞ്ഞിട്ട് എക്സ് ക്യൂബ് എപ്പോൾ വരും? എക്സ് ക്യൂബ് വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 1 അപ്പുറം എക്സ് ക്യൂബ് nc3 എക്സ് ക്യൂബുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും. പിന്നെ ഇവിടുത്തെ ഈ എക്സ് സ്ക്വയർ എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into nc1. ഇതാണ് എക്സ് ക്യൂബിന്റെ കൂടെ വരിക. ബാക്കി ടേംസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെയാണ് കോയിഫിഷ്യൻസ്. nc1 2nc0 പ്ലസ് എക്സിന്റെ കോയിഫിഷ്യന്റ് nc1. nc1 എന്ത് തന്നെയാണ്? nc1 n ആണ്. എക്സിന്റെ കോയിഫിഷ്യന്റ് n ആണ്. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് nc0 1 ആണ്. 2 പ്ലസ് nc2 എന്ന് പറയുന്നത് n into n minus 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ്. എക്സ് ക്യൂബിന്റെ കോയിഫിഷ്യന്റോ nc3 2nc1, അത് 2n ആണ്. nc3 n into n minus 1 n minus 2 ഡിവൈഡഡ് ബൈ 6. ഇതൊക്കെയാണ് കോഎഫിഷ്യൻസ്. ഈ കോഎഫിഷ്യൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാവണം. അതായത് 2 ടൈംസ് ഈ മിഡിൽ ടേം എന്താവണം? സം ഓഫ് ദി അതർ 2 ടേംസ് ആവണം. അപ്പോൾ എ പിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 ടൈംസ് മിഡിൽ ടേം. അപ്പോൾ 4 പ്ലസ് n into n minus 1 എന്താവണം? സം ഓഫ് ദി അതർ 2 ടേംസ് n പ്ലസ് മറ്റേതിൽ 2n പ്ലസ് n into n minus 1 n minus 2 divided by 6. ഓക്കെ, അപ്പൊ അവിടെ 3n വരും മൈനസ് n, n സ്ക്വയർ മൈനസ് n പ്ലസ് 4 3n n സ്ക്വയർ മൈനസ് n n minus 2 divided by 6. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6n സ്ക്വയർ മൈനസ് 6n പ്ലസ് 24 18n. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് n ക്യൂബ്, പിന്നെ മൈനസ് 2n സ്ക്വയർ മൈനസ് n സ്ക്വയർ പ്ലസ് 2n. 0 ഈക്വൽ ടു n ക്യൂബ് മൈനസ് 9n സ്ക്വയർ പിന്നെ 24n വരും. 24n അല്ല, ഒരു 2n കൂടി ഉണ്ട്, 26n വരും. പിന്നെ ഒരു മൈനസ് 24ഉം വരും. ഇതാണ് ഇക്വേഷൻ. ഇതാണ് n വെച്ചുള്ള ഇക്വേഷൻ. അപ്പം ഇതിന് നമ്മുടെ സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഒക്കെയാണ്. അപ്പം എന്നിന് കൂടുതൽ മോർ ദാൻ 1 വാല്യൂസ് പോസിബിൾ ആണ്.
ക്യൂബാണ് വന്നത്, ക്യൂബിക് ഇക്വേഷൻ ആണ് വന്നത്. അപ്പോൾ 3 റൂട്ട്സ് പോസിബിൾ ആണ്. ഈ ഇതിലിപ്പോ n സ്ക്വയറിന്റെ കൂടെ എന്തോ -9n² അല്ലേ, -9n² ആണ്. അപ്പൊ ഇതിന്റെ റൂട്ട്സ് ആണ് എന്നിനുള്ള വാല്യൂസ്. ഇതിന്റെ റൂട്ട്സ് ഏതൊക്കെയാണ്? ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ്. അപ്പൊ റൂട്ട്സിന്റെ സം ഓഫ് റൂട്ട്സ് ആണ് ഇവിടെ കാണുന്നത്. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 9. പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ആണ് ഈ കാണുന്നത്. ആൽഫ ബീറ്റ ഗാമ 24. ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ആണല്ലോ പോവാ. ഇപ്പൊ 9 ആണ് സം ഓഫ് റൂട്ട്സ്, പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് 24 ആണ്. റൂട്ട്സ് ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ക്യൂബിന്റെ റൂട്ട്സ് കാണാൻ ഏറ്റവും നല്ലത് ഒരു റൂട്ട് കണ്ടെത്തിയാൽ മറ്റേ രണ്ട് റൂട്ട് കിട്ടും. അത് സം ഓഫ് റൂട്ട്സ് വെച്ചിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു റൂട്ട് കിട്ടിയാൽ ആ ഫാക്ടർ കിട്ടി ഡിവൈഡ് ചെയ്താൽ മറ്റേ 2 ഫാക്ടേഴ്സ് കിട്ടും. അപ്പോൾ ഒരു റൂട്ട് എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം നല്ലത് n നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ആ സമ്മൊക്കെ നോക്കൂ, 3, 7, 12, 9 അത്രയൊക്കെ ഉള്ളൂ. ചെറിയ ചെറിയ നമ്പേഴ്സ് ആയിരിക്കും n. അപ്പൊ n ഈക്വൽ ടു 1 ആദ്യം നോക്കുന്നു. n ഈക്വൽ ടു 1 നോക്കിയാൽ അറിയാം അത് സാറ്റിസ്ഫൈ ചെയ്യപ്പെടാൻ പോകുന്നില്ല. n ഈക്വൽ ടു 1 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. n ഈക്വൽ ടു 2 നോക്കൂ. n ഈക്വൽ ടു 2 ആണെങ്കിൽ n ക്യൂബ് എന്താണ്? n ക്യൂബ് 8 ആണ്. പിന്നെ -9 ഇൻറ്റു 4, 26 ഇൻറ്റു 2 -24. അപ്പോൾ 8 - 36 + 52 - 24, 60 - 60 ഈക്വൽ ടു 0. അപ്പൊ n ഈക്വൽ ടു 2 ഒരു റൂട്ടാണ്. ഒരു റൂട്ട് 2 ആണ്. അപ്പൊ ലെറ്റ് ആൽഫ ഈക്വൽ ടു 2. ആൽഫന്റെ വാല്യൂ 2 ആണ്. 2 ഒരു റൂട്ട് ആണെങ്കിൽ പിന്നെ ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 7. ബീറ്റ ഗാമ ഈക്വൽ ടു ആൽഫ 2 ആയല്ലോ, അപ്പൊ 12. കൂട്ടിയാൽ 7, ഗുണിച്ചാൽ 12. നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4ഉം 3ഉം. ബീറ്റ ഈക്വൽ ടു 3 and 4. 3ഉം 4ഉം ആണ് മറ്റ് 2 റൂട്ട്സ്. അപ്പൊ 2, 3, 4 ഈ മൂന്ന് വാല്യൂസ് ആണ് എന്നിന്റെ വാല്യൂസ്. ഇതിന്റെ റൂട്ട്സ് എന്തൊക്കെയാണ്? 2ഉം 3ഉം 4ഉം ആണ്. 2ഉം 3ഉം 4ഉം ഒക്കെ ഇനി പോസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. 2ഉം 3ഉം 4നും പോസിബിലിറ്റിക്കടെ പ്രശ്നമൊന്നുമില്ല. NC1, NC2, NC3 അതായത് എവിടെയും ഇപ്പോ ഈ പറഞ്ഞ കോഎഫിഷ്യൻസിൽ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. എല്ലാം പോസിബിൾ ആണ്. എന്നിന് ഒന്നിലും പ്രശ്നം വരാൻ പോകുന്നില്ല. ഇപ്പൊ എന്നിന് ഒരു 1 വാല്യൂ കിട്ടിയെന്ന് വിചാരിച്ചോ, 1 കിട്ടിയാൽ 1C2 ഒക്കെ വരും. 1C2 ഒന്നും പോസിബിൾ അല്ല. അപ്പൊ ഇവിടെ എന്നിന് 2 കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, 3 കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, 4 കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്നിന്റെ വാല്യൂസ്, പോസിബിൾ വാല്യൂസ് ഓഫ് n എന്തൊക്കെയാണ്? n is equal to 2, 3, 4 എല്ലാം കൊടുക്കാം. എന്നിന് 2ഉം 3ഉം 4ഉം ഈ 3 വാല്യൂസും കൊടുക്കാം. അപ്പൊ സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് എന്ത് കിട്ടും? 9 കിട്ടും.